Hello guys, good morning. Good morning. Now the time is 6:48 കേട്ടോ. ഓക്കെ, തലൂത്തിനെ കാണുന്നത് പോട്ടെ. അപ്പോൾ 6:48 ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുക, കായംകുളത്ത് നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ഇന്നൊരു ചെറിയ എറണാകുളം ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മുമ്പത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ എറണാകുളം ട്രിപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങളുടെ കസിൻസും കൂടെ, 2 കസിൻസിനെയും കൂടെ വിളിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഒരാൾക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പം പുള്ളിക്കാരത്തെയും കൂടെ ഞങ്ങൾ മാന്നാറിന്ന് പിക്ക് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ എറണാകുളത്ത് പോകുന്നത്. പിന്നെ അപ്പോൾ ഒരു ചെറിയ റൈഡാണ്. കുറച്ച് കാര്യങ്ങളുണ്ട് അജണ്ടയിൽ, കുറച്ച് കാര്യങ്ങൾ, ടു ഡു ലിസ്റ്റ് പോലെ. ഒന്നാമത്തെ കാര്യം, മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഒരു ഹെയർ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അത് എവിടെയാണ്? കുക്കുംബ സലോൺ. ഓക്കെ, എവിടെയാണ്? പനമ്പള്ളി നഗറിലെ കുക്കുംബ സലോണിലാണ്. ഓക്കെ, കുറേ നാൾക്ക് ശേഷം, അതായത് ഓൾമോസ്റ്റ് 1 ഇയറായി എൻ്റെ തലമുടി ഞാൻ വെട്ടിയിട്ട്. പ്രഗ്നൻസി ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കൊറോണയുടെ ഇടയ്ക്ക് തലമുടി വെട്ടേണ്ട അത്യാവശ്യമില്ല, അതുകൊണ്ട് വെട്ടിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഒരു ചെറിയൊരു ഹെയർ കട്ടിങ് പരിപാടിയിലേക്കാണ്. ഫസ്റ്റ് ഒരു ഹെയർ അപ്പോയിൻമെൻ്റ് ഉണ്ട്. വല്ലായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഹെയർ കട്ടിങ്, മേ ബി സ്റ്റൈലിംഗ്, ഐ ഡോണ്ട് നോ അവരെന്താണെന്നുള്ളത്. ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, നല്ല കാര്യമാണ്. ബിക്കോസ് അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും പേര് മാത്രമേ അറ്റ് എ ടൈം കയറത്തുണ്ടാവുള്ളൂ. ഒരുപാട് മീൻസ് റഷ് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കൊറോണ ബേസ്ഡ് ആയിരിക്കാം ഈ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോവാണ്. പിന്നെ പിന്നെ എന്തുവാ, അതൊന്നാമത്തെ കാര്യം. പിന്നെ ഞങ്ങൾക്ക് അവിടെയുള്ള ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്, ഒരു കഫേ, ഹാപ്പി കപ്പ് കഫേ. ഒരുപാട് ഫോക്കസ് ആണ്. ഹാപ്പി കപ്പ് കഫേ. ഓക്കെ, അവിടെ ചെന്ന് ഫുഡ് അടിക്കണം എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗിങ് കാണുമായിരിക്കും. എങ്ങനെയാണെന്ന് അറിയത്തില്ല, നോക്കാം. ഇൻസ്റ്റഗ്രാം വഴിയാന്ന് തോന്നുന്നില്ലേ? ഇൻസ്റ്റഗ്രാം തപ്പില്ലേ കണ്ടുപിടിച്ചേ? സൽമാൻ ഫുഡിനെ ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ഞാനല്ല കണ്ടുപിടിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. മാക്സിമം ഞങ്ങൾ ലുലു മോളിലേക്ക് കയറാതിരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് മോളിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെയാണ്, ഭയങ്കര നല്ല സേഫ് ആണെന്നൊക്കെ പറയുന്നു. ലൈക്ക് ഭയങ്കര ഇതായിട്ട് അവർ കയറ്റുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അറിയില്ല, എങ്ങനെയാണെന്ന് നോക്കിയിട്ട്, ലൈക്ക് ഹൈപ്പർ മാർക്കറ്റിലല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ലുലു കണക്ട് ഞങ്ങൾ അന്ന് പറഞ്ഞത് ബ്ലെൻഡറിൻ്റെ കാര്യം. അപ്പോൾ ആ ബ്ലെൻഡർ ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അന്ന് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ ലുലു കണക്റ്റിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ബ്ലെൻഡറുണ്ട്, ബോസിൻ്റെ ആണെന്ന് തോന്നുന്നു, ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ബോസിൻ്റെ ഇല്ല വണ്ടി, ഇറ്റ്സ് ദ റോഡ് ആ പ്രോബ്ലം. ഓക്കെ, ശരി, സമ്മതിച്ചു. അപ്പം ബോസിൻ്റെ ബ്ലെൻഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അവർ പറഞ്ഞത് ബോസ് എന്നാ. പക്ഷെ ഞാൻ ബോഷെ കേട്ടുള്ളൂ, ബോസിന് ഞാൻ കേട്ടില്ല, സ്പീക്കർ മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതിന് ബ്ലെൻഡർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും ഏത് കമ്പനിയാണെന്നുള്ളത്. അപ്പോൾ അത് ഹാൻഡ് ബ്ലെൻഡർ, അത് അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കണം എന്നാണ്. അത് വൺ തിങ് മേടിക്കാൻ. പിന്നെ ഒരു ഫാസ്റ്റ് ചാർജർ അഡാപ്റ്റർ എനിക്കൊരു എൻ്റെ ഹസ്ബൻഡ് എയർപോഡ്സ് പ്രോ മേടിച്ച് തന്നു. എൻ്റെ മറ്റേ എയർപോഡ്സ് നല്ല യൂസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരെണ്ണം കേൾക്കാനില്ല, ഒരെണ്ണം കേൾക്കാണ്ടായി തുടങ്ങിക്കഴിഞ്ഞു. ബിക്കോസ് കുറച്ച് നേരം ചാർജ് നിൽക്കുന്നുള്ളൂ, സംതിങ് ഇസ് റോങ്. അതുകൊണ്ട് പ്രോ മേടിച്ചു. അത് എനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര മടി തോന്നുന്നു. എൻ്റെ കയ്യിലുണ്ട്, സാധനം എൻ്റെ കയ്യിലുണ്ട്. സാധനം ഇവിടെ
സാധനം ഇവിടെ ഈ കൊണ്ടുവന്നു ഇതാണ് സാധനം. ഇതൊരിക്കൽ പോട്ടെ യെസ് ഓക്കെ. ഇതാണ് സാധനം. അപ്പം ഈ സാധനം വച്ചിട്ട് ഞാൻ അങ്ങോട്ട് നോക്കും. ഈ സാധനം വച്ചിട്ട് ഇത് ഞാൻ എടുത്തതിന് കാരണം വെച്ചാൽ എനിക്ക് ഇത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തൊരു കവർ വേണം തോന്നുന്നു. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ചേട്ടൻ ഇവിടെ പറഞ്ഞു എന്താ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ എൻ്റെ കാര്യം തീരുമാനമാകുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാവാൻ തോന്നി. ഞാൻ ഭയങ്കര സൂക്ഷിച്ച് എൻ്റെ ഒരുപാട് മുടിയൊക്കെ ഉള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തിടുമ്പോഴത്തേക്കും മിക്കവാറും എൻ്റെ എയർപോർട്ട്സ് എല്ലാം താഴെ വീഴാറുണ്ട്. സോറി കുലിക്കാൻ താഴെ വീഴാറുണ്ട്. ഓക്കെ മതി ഓവറാക്കണ്ട. ഓക്കെ ഫൈൻ. എന്തായാലും അപ്പോൾ അതുകൊണ്ട് അതിനൊരു കേസ് വാങ്ങിക്കണമെന്നുണ്ട്. ഓൺലൈൻ നോക്കി. പക്ഷെ ഓൺലൈൻ നോക്കിയപ്പോൾ എന്താ പറ്റി? ഒരുപാട് ലേറ്റ് ആണ്, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല പ്രശ്നം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പ് ചെയ്യിപ്പിക്കാനായിരിക്കും. എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ ചെയ്യും. അതൊന്ന്. പിന്നെ ഉള്ളത് പിന്നെ എന്തെങ്കിലും മേടിക്കണ്ട പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇല്ലയോ? ഗോപ്രോ ശരി ഓക്കെ. പിന്നെ ഉള്ള ഒരെണ്ണം എന്ന് വെച്ചാൽ പാം ട്രീ. അതും പനമ്പള്ളി നഗറിൽ. പനമ്പള്ളി നഗറിൽ തന്നെയാണ് ഈ ഹാപ്പി കപ്പ് കഫേ, ഈ സലോണും അതേപോലെ ഈ എന്താ സ്ഥലത്തിൻ്റെ പേരെന്താ പിന്നെ പാം ട്രീ അതും. അപ്പോൾ ഈ പാം ട്രീയിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് അവിടെ നല്ല അത്. പക്ഷെ എനിക്കൊന്ന് ഇമ്പോർട്ടൻറ്റ് ഇതും ആരുടെയാണ് ഈ കൊച്ചി ഇറ്റാന്ന് തോന്നുന്നു. രാഹുൽ ഫുഡ് സീൻ ഓക്കെ. പുള്ളിക്കാരൻ്റെ ആരുടെയോ ഇത് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുൾ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം. അതുകൊണ്ട് അത് വെച്ചാൽ അങ്ങനെ സ്പെസിഫിക് ഒരു ഇതില്ലാത്തത് കൊണ്ട് ഒരു സാധനം മേടിക്കുക അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ കയറില്ല. ബിക്കോസ് ചുമ്മാ ആവശ്യമില്ലാതെ എക്സ്പോഷർ ആവശ്യമില്ലാതെ എന്തിനാന്നുള്ളതുകൊണ്ട്. പക്ഷേ പിന്നെ നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് നോക്കട്ടെ സമയം അനുസരിച്ച് ടൈം പെർമിറ്റ്സ്. ഇപ്പം 6:52 ആയി. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. തിരിച്ച് ഞങ്ങൾക്കൊരു എറണാകുളത്ത് നിന്ന് അറ്റ്ലീസ്റ്റ് ബൈ 2 or 3 ആകുമ്പോൾ ഇറങ്ങണം അല്ലയോ? എങ്കിലേ ഇവിടെ വൈകുന്നേരത്തിന് മുമ്പ് എത്തത്തുള്ളൂ. വൈകുന്നേരത്തിന് മുമ്പ് എത്തുന്നതാണല്ലോ നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് സോറി ഓക്കെ. നല്ല റോഡായതുകൊണ്ട് ശരി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി ഞങ്ങളിപ്പോൾ കസിനെ പിക്ക് ചെയ്യാൻ പോവാം. കസിനെ പിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ. സോ ബൈ. അതുവരെ ബൈ. മാന്നാറ് പോയി. ഓക്കെ മാന്നാറ് പോയി. ഞങ്ങളുടെ കസിനെ പിക്ക് ചെയ്തിരിക്കുകയാണ്. കസിൻ ഹായ് പറയൂ. ഇതാണ് നയന കുച്ചി. ഞങ്ങൾ പലതും വിളിക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ അതൊന്നും പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ അപ്പോൾ ഇനി ഞങ്ങൾ അവിടെ എങ്ങാനും എത്തിയിട്ട് ബാക്കിയുള്ള വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ടാറ്റ ബൈ. ടൈം 10:40 ആയോ? 10:16 വീണ്ടും തലോത്തിനേക്കാം. 10:17 ഓക്കെ ശരി. അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ എറണാകുളത്ത് എത്തി. ഞങ്ങൾ അംബിസാമി ചെന്ന് ഫുഡ് കഴിച്ചു. നല്ല രസമായിട്ട് മീൻസ് ആൾക്കാർ ഒരു ടേബിളിൽ തന്നെ 2 ടേബിൾ അവർ ഒരുമിച്ചായിട്ടിരിക്കുന്നത്. അപ്പം അവിടെ തന്നെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് സംഭവമുണ്ട്. നല്ല രസമുണ്ട്, അത് കാണാം. പിന്നെ എൻ്റെ ചേട്ടൻ എനിക്ക് വേണ്ടി
ഒരു സാധനം അവിടെ നിന്ന് മേടിച്ചെന്നല്ല അവിടെ നിന്നല്ല, 2 അമ്മമാരെ കയ്യിൽ നിന്ന് മേടിച്ചെന്നാൽ ലോട്ടറി ഇത് ഏതെങ്കിലും ഒരെണ്ണം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഓക്കെ, 10% കമ്മീഷൻ ഈ അനിയത്തിയുടെ അനിയത്തിയുടെ തന്നെ ഇടയ്ക്ക്. ഓക്കെ, അനിയത്തി കൊടുക്കേണ്ടതായിരിക്കും. ഞങ്ങളിപ്പോ കുക്കുംബർ റെസ്റ്റോറൻറ്റിലെ ഭഗവാനെ ഫുഡിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. കുക്കുംബർ സാലോണിലേക്ക് പോവുകയാണ്. ഞങ്ങളത് കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അമ്പലസ്വാമിയിൽ നിന്ന് കഴിച്ചത്, പനമ്പള്ളിനകരല്ലേ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും സ്ഥലത്തോട്ട് പോവാണ്. കൊളത്തപ്പോ എവിടെയാണ്? ഓക്കെ, എവിടെ കണ്ടോ? എവിടെയാണ്? അതും ഇല്ല. ഓക്കെ, ഇത് കാണാൻ പറ്റും. തിരിച്ച് ഞാൻ എടുക്കട്ടെ. ഓക്കെ, ഇതാണ് കുക്കുംബ സാലോണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ 10 മണിക്കേ തുറക്കുള്ളൂ. എൻ്റെ തുറന്നിട്ടുണ്ട്. ഓക്കെ, തുറന്നു. 10 മണിക്ക് തുറക്കും. 10:15 11 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. ഇത് അതിരാവിലെ വന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ മിക്കവാറും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സാധനം എന്തെങ്കിലും മേടിക്കും. ദിസ് ഇസ് ദി സാലോൺ. ഇവിടെയാകുമ്പോൾ അപ്പൊ ഫൈനലി ഞാൻ മുടി കട്ട് ചെയ്തു. എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും ലെങ്ത് കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ കൂടെ നോക്കണം. ഇതും അപ്പൊ ലെങ്ത് കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. യെസ്, മീറ്റ് ബോൾസ് പൊട്ടിച്ച് കഴിഞ്ഞു. ആക്ച്വലി റേറ്റിംഗ് വൈസ് ഐ വിൽ സേ 10 out of 10, എസ്പെഷ്യലി കോസ്റ്റ് വൈസ്. ബിക്കോസ് എനിക്ക് ഹെയർ കട്ട് ചെയ്തത്, ഹെയർ കട്ട് എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഫ്രെയിം ചെയ്തു, ബാക്കിൽ ലെയർ ചെയ്തു, ഏറ്റവും താഴെ വന്ന് സ്ട്രൈറ്റ് കട്ട് പോലെ ആയിരുന്നു. എന്തായാലും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വിത്ത് ഹെയർ സ്പാ ഫോർ
അവൾക്ക് പ്ലസ് അവൾക്കൊരു ബ്ലോ ഡ്രൈ, സിമ്പിൾ ബ്ലോ ഡ്രൈ ചെയ്തു. ഇതെല്ലാം കൂടെ ഒരുമിച്ച് 1800 ആയിട്ടുള്ളൂ. ഐ തിങ്ക് കോസ്റ്റ് വൈസ് ഇറ്റ്സ് ഗുഡ്. ബിക്കോസ് ഇയാൾ ചുമ്മാ ഹെയർ കട്ട് മാത്രം ചെയ്യാൻ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞൊക്കെ തന്നു കേട്ടോ. ഹെയർ കണ്ടീഷനെ കുറിച്ചും ഷാമ്പൂ ചെയ്യുന്നതിനെ കുറിച്ചും കണ്ടീഷൻ ചെയ്യുന്നതിനെ കുറിച്ചും. ലൈക്ക് കീ സൗണ്ട് കേൾക്കുന്നു. ഒരു മിനിറ്റ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര എന്താ പേരെന്താ, സജീവോ ആണ്, സഞ്ജീവ്. ഹി വാസ് ലൈക്ക് റിയലി ഗുഡ്. ബിക്കോസ് ഈ കുകുംബ സലൂണിന് തന്നെ ബാംഗ്ലൂരിൽ എന്തോ പോയി പുള്ളിക്കാരൻ പഠിച്ച് അവിടെ തന്നെ വർക്കൊക്കെ ചെയ്ത്. അപ്പോൾ ഒരുവിധം നല്ല വിവരമുള്ള മനുഷ്യനാണ്. അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എൻ്റെ മുടിയുടെ കാര്യം. അപ്പോൾ മറന്നു പോകുന്നു സഞ്ജീവ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് കണ്ടീഷനെ കുറിച്ചും ഷാമ്പൂവിനെ കുറിച്ചൊക്കെ പറഞ്ഞത്, എങ്ങനത്തെ ഏതൊക്കെ യൂസ് ചെയ്യും, മൈൽഡ് ടൈപ്പ്. കാരണം എൻ്റെ ഹെയർ ഭയങ്കര തിൻ ഹെയറാണ്. അപ്പോൾ അതനുസരിച്ച് ഐ എം വെരി ഒബ്സസ്. എനിക്കിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ കണ്ടു തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാധനം. ഓക്കെ, എന്നെ കണ്ടീഷനെ കുറിച്ച് ഷാമ്പൂവിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുമായിരുന്നു. എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു. ഡി ഫാബുലസ് എന്ന് പറയുന്ന ഷാമ്പൂ കണ്ടീഷണർ റിയലി മൈൽഡ്. കാരണം എപ്പോഴും നമ്മൾ അപ്പാരൻ്റ് ഷാമ്പൂ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തിക്നെസ്, ആ ഷാമ്പൂവിന് തിക്നെസ് ഉണ്ടല്ലോ, അത് നല്ല തിൻ ആയിട്ടുള്ളത് വേണം എടുക്കാൻ. സൾഫർ തിന്നായിട്ടുള്ള എടുക്കുക. അപ്പം അത് സൾഫർ ഫ്രീ ആണ് ആ ഷാമ്പൂസ്. അപ്പോൾ അതെപ്പോഴും യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഷാമ്പൂ ചെയ്യുമ്പോൾ അതെനിക്കൊന്ന് അറിയില്ല, എനിക്കൊരു വിത്തിൻ 1 year ഉള്ളൊരു അറിവാണ്. ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യുക, ഒരിക്കലും ഹെയറിലോട്ട് പോകരുത്. അതേപോലെ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ഹെയറിൽ പോകണം, ഒരിക്കലും സ്കാൽപ്പിൽ പോകരുത്. പിന്നെ എനിക്ക് വേറൊരു എന്നാണ് അതിൻ്റെ പേര്, ലീവ്-ഇൻ കണ്ടീഷണർ എന്നായിരുന്നു ബ്രാൻഡിൻ്റെ പേര്, ഷ്വാറ്റ്സ്കോഫ്. ഓക്കെ, അങ്ങനത്തെ സംഭവം കേട്ടോ. എന്തായാലും അതാണ് ലീവ്-ഇൻ കണ്ടീഷണർ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ബിക്കോസ് ഓയിലി ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ, ഷാമ്പൂ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓയിലി ആവുകയാണെങ്കിൽ മേ ബി 2nd, 3rd ഡേക്ക് ലീവ്-ഇൻ കണ്ടീഷണർ യൂസ് ചെയ്യാം. ലീവ്-ഇൻ കണ്ടീഷണേഴ്സിന് ബേസിക്കലി ഷാമ്പൂ ചെയ്തതിന് ശേഷം പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്യാതെ ജസ്റ്റ് ഇത് സ്പ്രേ ഈ സ്പ്രേ നമ്മൾ യൂസ് ചെയ്ത് ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. അതാണ് ലീവ്-ഇൻ കണ്ടീഷണർ, ലീവ്-ഇൻ. ഓക്കെ, പിന്നെ എന്താ ഗുഡ് തിരുന്നുണ്ടോ സാധനം. ഓക്കെ, അപ്പം ഇപ്പം ഇത്രയും സംഭവത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇടയ്ക്കിടയ്ക്ക് ക്യാമറ എല്ലാം നോക്കണം. സോറി, എനിക്കിപ്പോഴും പരിചയമായിട്ട്. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ് നല്ല കുട്ടിയും തിന്നുന്നുണ്ടോ, കാണുന്നുണ്ട്. അപ്പം എനിവേസ്, അപ്പം ഇപ്പം തൽക്കാലത്തേക്ക് ഇപ്പം മതി, ഞാൻ തിന്നുന്നുണ്ട്. എന്നാൽ പിന്നെ ഓക്കെ, എന്തായാലും തിന്ന് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഇനി എന്താ പരിപാടി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. ഞാൻ അതിലെ ബ്ലെൻഡറാണ് മെയിൻ സംഭവം. അത് മേടിക്കണം എന്ന് ഭയങ്കര വലിയ ആഗ്രഹമാണ്. അത് മേടിച്ചതിന് ശേഷമേ വേറെ എന്തോ ഉള്ളൂ. കഴിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ശരി, ബൈ നെക്സ്റ്റ് ടൈം അൺടിൽ വി മീറ്റ് അഗൈൻ. കണ്ടോ സാധനം. ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല എവിടെയാണ് സ്ഥലം എന്നുള്ളത്. UB11. ഓക്കെ, നമ്മളിപ്പോൾ ലുലുവിൻ്റെ ബേസ്മെൻറ്റ് പാർക്കിങ്ങിൻ്റെ അവിടെയാണ്. ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കളിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഓൾ വെരി കണ്ടോ. കൊറോണയായിട്ട് പറ്റിയ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെരുപ്പ് പൊട്ടി ഓൺ ദ വേ ടു ദ മോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെരുപ്പില്ലാൻ നടന്നിട്ട് അവിടെ ചെന്ന് ചെരുപ്പ് മേടിക്കേണ്ടി വരും. വേണ്ട അതോ നിൻ്റെ അല്ല കേട്ടോ. ഇട്ടു, ഇനി കംഫർട്ടബിൾ ആയി നടക്കാം. ആക്ച്വലി ഇവിടെ നല്ല ക്ലീൻ ആണ്. അവരെപ്പോഴും ഇങ്ങനെ സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ആൾക്കാർ നടക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ കറണ്ട് ഇപ്പോൾ ക്രോസ് വേർഡിലാണ്. ഞങ്ങളിങ്ങനെ ബുക്സൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ വെറുതെ കയറുക. ആക്ച്വലി എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത്.
is the secret obsession always. Archie's. Always the secret obsession. Pokemon ഒന്നുമില്ല കേട്ടോ, just Archie's, everything Archie's. ഹലോ Archie's. ഇപ്പോൾ കുറേ നാളെ ആഴ്ച നല്ലത് വായിച്ചിട്ട് എൻ്റെ കയ്യിൽ ബുക്സൊക്കെ ഇരിപ്പുണ്ട്. സോ ഗൈസ് ഇതാ ഇവിടെ പാവം വ്ളോഗർ കഷ്ടപ്പെട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. പാവം വ്ളോഗറിന്റെ ഹസ്ബൻഡ് ഇതാ ഇവിടെ വിശന്ന് തളർന്നിരിക്കുകയാണ്. അതെ, പാവം നടന്നുകൊണ്ടിരിക്കുന്ന സീൻ ഇതാണ്. ഗ്രിൽ ചിക്കൻ സാലഡ്. This is a nice cold lemonade. ഇല്ല, അത് കാണുമ്പോൾ തന്നെ എന്താ ഒരു സുഖം. Supreme chicken burger meal. There's burger, there's rice. സാലഡ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ചിക്കൻ സ്ട്രിപ്സ് ഓൺ റൈസ് അതൊക്കെ പറഞ്ഞല്ലേ. This is Bori rolls with sausage and fries and എവിടെയെങ്കിലും വെക്കണം. എവിടെയെങ്കിലുമൊക്കെ സ്ഥലം അവിടെ വെച്ചാൽ garlic bread topped with chicken, mayonnaise ഉണ്ടോന്നല്ല, mozzarella cheese and all that. നല്ല സംഭവം കഴിക്കണം, കഴിച്ച് നോക്കിയിട്ട് പറയുന്നതായിരിക്കും. Strawberry ice cream. Normal vanilla ice cream with the strawberry ice cream. Strawberry ice cream with red velvet ice cream. Original strawberries, chocolate chips. Original strawberries, chocolate chips, and apparently we'll put whipped cream also. And caramel drizzle. With caramel drizzle നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ. അല്ല, caramel drizzle വേണ്ട. വിപ്ഡ് ക്രീം മാത്രം നമ്മൾ വെക്കാം. അതിൻ്റെ അമ്മ ഇതാണോ നീ ലാർജാണോ നീ ഓർഡർ ചെയ്തത്? ദിസ് ഇസ് എ ലാർജ്. With 3 spoons. 3 spoon. സോറിയുടെ പറഞ്ഞല്ലോ. ഹലോ, അപ്പോൾ ഞങ്ങൾ ലുലു ഞങ്ങൾ ഇറങ്ങിയിട്ടു. ലുലു മോളിൽ ഞങ്ങൾ ഇറങ്ങി. ഒരു കോൾഡ് സ്റ്റോൺ എന്നൊരു എന്നാണ് വാങ്ങിച്ചത്. ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, അതൊക്കെ കേട്ടോന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് കേട്ട. സോറി, ഞാൻ വീണ്ടും ക്യാമറ നോക്കില്ല. എന്തൊക്കെ സാധനങ്ങളാണ് കേട്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഹൃദയം ഇടിഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തുവാന്ന്, സ്ട്രോബെറി വിത്ത് എന്നാടാ സ്ട്രോബെറി ഐസ്ക്രീം, അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ടോപ്പിങ്സ്, റെഡ് വെൽവെറ്റ് ഐസ്ക്രീം പ്ലസ് with whipped cream and lots of strawberries. ഇതായിരുന്നു ലാർജ് സൈസിന്റെ സാധനം വാങ്ങിച്ചു. കാണിച്ചോട്ടെ, ലാർജ് സൈസ് സാധനം മുഴുവൻ കഴിക്കുന്നുണ്ടോ? ഇപ്പോഴാണ് അവൻ കണ്ടത്. സോ ഇപ്പോഴാണ് എൻ്റെ ചേട്ടൻ കണ്ടത്. തൊണ്ടവേനയുടെ കഴിക്കുന്നില്ല. വിപ്ഡ് ക്രീം എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടം വിപ്ഡ് ക്രീം. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ അതൊന്നും, പിന്നെ ഞങ്ങൾ ഗാലിറ്റോസിൽ പോയി ഫുഡ് കഴിച്ചതായിരുന്നു. അത് കേട്ടോ ഇല്ലെന്ന് എനിക്കല്ല. ഗാലിറ്റോസ് പോയി ഞങ്ങൾ എന്തൊക്കെയാ കഴിച്ചത്? ഓക്കെ, എന്താണ് ചിക്കനാസ് എന്താണ് നമ്മൾ വാങ്ങിച്ചത്? എന്നാ വാങ്ങിച്ചത്? ചിക്കനീസ് ലൈക്ക് മയനീസ് പോലെ ചിക്കനീസ്. അതിനകത്ത് അത് വന്നിട്ട് ഗാർലിക് ബ്രെഡ് ടോപ്ഡ് വിത്ത് ചിക്കൻ ആൻഡ് എന്നാന്ന് മോസറല്ല ചീസ് ആൻഡ് കിടക്കുന്ന സാധനം കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര. പക്ഷെ നമ്മൾ വെച്ചാൽ അത് ലാസ്റ്റ് അവർ കൊണ്ടുവന്നത് ടൈം എടുക്കുമെന്ന് പറഞ്ഞ് മെയിൻ കോഴ്സ് എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ ഈ സ്റ്റാർട്ടറായിട്ടുള്ള ഈ സാധനം ഞങ്ങൾക്ക് ലാസ്റ്റാണ് കിട്ടിയത്. അങ്ങനെ ലാസ്റ്റ് കിട്ടിയത് കൊണ്ട് മാത്രം എന്തൊരു സ്നേഹം, ലാസ്റ്റ് കിട്ടിയത് കൊണ്ട് മാത്രം ഞങ്ങൾക്കത് ഒരു പീസ് കഴിക്കാൻ പറ്റില്ല. ആകെ 4 പീസേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വല്ലാതെ നന്നായി കഴിച്ചു. കാരണം എൻ്റെ ചേട്ടൻ പാവം വിശന്ന് തളർന്നു പോയി. എന്തായിരുന്നു പിന്നെ നമ്മൾ എന്താ കഴിച്ചത്? പിന്നെ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് അല്ലേ, സ്മോക്ക് ചിക്കൻ വിത്ത്
rice. No, Oporto rice. Oporto rice, okay? Oporto അല്ല, Oporto rice, okay? PR. No. തക്കാളി ചോറ്. എന്തായാലും അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ എന്നാ കഴിച്ചേ? പിന്നെ എന്നാ റോൾസ് ആടാ? എനിക്ക് പേര് ഞാൻ പറഞ്ഞു. സുഷ്മി എന്തുവാണ്? അല്ല, ബിസ്മി ഒന്നും അല്ല, ബോറി എന്തോ ബോറി റോൾ സംതിങ് ലൈക്ക് ദാറ്റ്. സോസേജും അങ്ങനെയൊക്കെയുള്ള സംഭവം റെക്കമെൻഡ് ആയിട്ടായിരുന്നു. കുഴപ്പമില്ല, എന്നാൽ വലിയ കുഴപ്പമില്ല. മീൻസ് ആക്ച്വലി എനിക്ക് തോന്നുന്നു പോർക്കാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ചിക്കൻ സോസേജ്. അതുകൊണ്ട് എനിക്കൊരു എത്ര കുഴപ്പമില്ല, ഒരു ബൈറ്റ് ഞാൻ എടുത്തോളൂ. പിന്നെ ഞാൻ ഒരു സുപ്രീം ചിക്കൻ ബർഗർ വിത്ത് ഫ്രൈസ് ഓർഡർ ചെയ്തു. അത് നല്ലത്. ബർഗർ മീൻ ഒബ്വിയസ്ലി ബർഗറാണ്. അതിനകത്ത് പൈനാപ്പിൾ ഉണ്ട്. അപ്പോൾ പൈനാപ്പിൾ അലർജി ഉള്ള ആളുകൾ സൂക്ഷിക്കേണ്ടതാണ്. അതൊരു പീസ് ഓഫ് പൈനാപ്പിൾ ഉള്ളത്, അതേപോലെ എടുത്ത് മാറ്റി വയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ അത് വാസ് നൈസ് ആക്കി. പിന്നെ നമ്മൾ ഗ്രിൽ ചിക്കൻ സാലഡ് ഓർഡർ ചെയ്തു. ആക്ച്വലി ഞാൻ ചിക്കൻ സാലഡ് എവിടെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടോ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ചിക്കൻ മാത്രം പെറുക്കി തിന്നുന്ന കുട്ടിയാണ്. പക്ഷേ എനിക്കിത് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് വയറ് നിറഞ്ഞതേ ഇല്ല, ഫുള്ളാട്ടോ, ഞങ്ങൾ വയറ് ഫുള്ളാണ്. പിന്നെ ഇതിനു മുമ്പ് ഞങ്ങൾ കുറേ ഹോം ഡിക്കോറും അങ്ങനെയുള്ള കുറേ ചില സ്ഥലങ്ങളിൽ ക്യാമറ യൂസ് ചെയ്തുകൂടാന്ന് പറഞ്ഞു. സാധനം മീൻസ് വലിയ സംഭവം ലുലു കണക്ട് അങ്ങനെയൊക്കെ ഹൈപ്പർ മാർക്കറ്റ് പോകണമെന്ന് വിചാരിച്ച് നടന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി വെരി ലേറ്റ്. ഞങ്ങൾ തിരിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാൻ ഭയങ്കര തിരിച്ച് പോകണം. അവിടെ എത്താൻ അല്ലെങ്കിൽ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ലേറ്റായി പോയാൽ പിന്നെയും കഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല ഹൈപ്പർ മാർക്കറ്റിൽ. അങ്ങനെ കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചു. കുറച്ച് അങ്ങനെ വലിയ സാധനമില്ല, ഓർഗനൈസേഴ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചു. സക്കലൻറ്റ് മേടിച്ചു. താഴെ ഇരിപ്പുണ്ട്, എടുക്കാൻ വയ്യ. ഐസ്ക്രീമിൻ്റെ ബാഗിലാവില്ല. ഞങ്ങൾക്ക് ബ്ലെൻഡർ കിട്ടിയില്ല, അതാണ് ഏറ്റവും വലിയ സംഭവം. ബാക്കി ഞങ്ങൾ എന്തൊക്കെ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു. ചെറിയ സാധനങ്ങളൊക്കെ എനിക്ക് എയർപോർട്ടിന് കേസ് മേടിച്ചു, ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ മേടിച്ചു. പിന്നെ എന്നാന്ന് ബ്ലെൻഡർ കിട്ടില്ല. ബ്ലെൻഡർ ആക്ച്വലി ഞങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ചേട്ടൻ നോവേന്ന്. അത് നാളെ ഡെലിവർ ആവുമെന്ന് പറയുന്നു. കിട്ടിയാൽ കൊള്ളാം. അത് മീൻസ് ഭയങ്കര കിട്ടുന്നെങ്കിൽ കിട്ടണമെന്നുള്ള രീതിയിലാണ് ഓർഡർ ചെയ്ത് കേട്ടോ. എങ്ങനെയായിരിക്കും എന്നറിയില്ല. പിന്നെ എന്നാ എന്തെങ്കിലും ഉണ്ടോ ലുലുവിൽ? എൻ്റെ ചെരുപ്പ് പൊട്ടിയായിരുന്നല്ലോ, അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോയി. അങ്ങനെ കുറച്ച് സമയം ആവശ്യമില്ലാതെ പോയിട്ടോ. പിന്നെ പച്ച കത്തുന്നതിന് മുമ്പ് കീ അടിച്ചു തുടങ്ങും എല്ലാവരും. ഓക്കെ, എല്ലാവർക്കും അങ്ങ് അത്യാവശ്യമല്ലേ വീട്ടിൽ. അന്ന് ഞാൻ കഴിച്ചാൽ മതിയില്ല, മതിയായി തുടങ്ങി. ലാർജ് മേടിച്ചോണ്ട് സ്ട്രോബെറി വാങ്ങിക്കാൻ പറ്റില്ല ഹൈപ്പർ മാർക്കറ്റിൽ. അതിന്റെ സങ്കടം മുഴുവൻ തീർത്തു. സ്ട്രോബെറി ഐസ്ക്രീം വിത്ത് എക്സ്ട്രാ സ്ട്രോബെറീസ് ഓക്കെ. അപ്പോൾ ഓക്കെ, അവർ തമ്മിൽ എന്തൊക്കെയായി. ശരി, എന്തായാലും അപ്പോൾ ശരി, ബൈ. അപ്പോൾ ഞാനിപ്പോൾ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. ബിക്കോസ് എനിക്ക് അവിടെ ചെന്ന് ഞാൻ മിക്കവാറും ഭയങ്കര ടയർഡായിരിക്കും. എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് വ്ളോഗ് വീണ്ടും ഒക്കെ എടുത്ത് ടാറ്റ പറയാൻ പോലും പറ്റുമെന്ന്. അതുകൊണ്ട് എന്നാടാ, പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പ്രസ് ദ ടിങ് ബട്ടൺ. ഓക്കെ, അപ്പോൾ ശരി. ഇത് ഞങ്ങളുടെ നോർമൽ കണ്ടന്റ് ആണ്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. എവിടെയെങ്കിലുമൊക്കെ തോന്നിയ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വിചാരിക്കുന്ന സമയത്ത് ഇറങ്ങത്തില്ല, വിചാരിച്ച സമയത്ത് ഇറങ്ങാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. ബട്ട് ഞങ്ങൾ അടുത്ത പ്ലാൻ മിക്കവാറും ഒരു പ്രാവശ്യം ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടി മാത്രമായി രാവിലെ ഒരു ദിവസം വരും. ബിക്കോസ് എങ്കിലേ ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ പറ്റത്തുള്ളൂ, അല്ല ബാക്കി സ്ഥലങ്ങളിൽ പോയി ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ പറ്റത്തില്ല. എന്തായാലും ഇന്ന് ഉണ്ടായത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നടന്നു, എക്സെപ്റ്റ് ഫോർ ദ ബ്ലെൻഡർ പാർട്ട്. അത് മാത്രം എനിക്ക് സങ്കടം വന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ആക്ഷൻ നടന്നു. അതുകൊണ്ട് ഐ എം ഹാപ്പി വിത്ത് ദ ട്രിപ്പ്. യു ഹാപ്പി വിത്ത് ദ ട്രിപ്പ്? അന്തം വിട്ട് കുന്തമേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. യു ഹാപ്പി വിത്ത് ദ ട്രിപ്പ്? എന്തോ ഒരു സങ്കടമുണ്ട്. ആ സ്ട്രോബെറി എങ്ങനെ തിന്നു തീർക്കുന്നുള്ള സങ്കടത്തില്ല. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ, ബൈ.